ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടേതായ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രമായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമെങ്കിലും ഉത്തരവാദിത്വ ബോധം കൂടുതലുള്ളവരായതുകൊണ്ട്, കഠിനാധ്വാനികളായതുകൊണ്ട്, ആത്മവിശ്വാസമാണെങ്കിൽ വളരെ കൂടുതലുള്ളവരായതുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും മനസ്സന്തോഷത്തിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ ദേവഗണത്തിൽ വരുന്നവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ 45 നാഴികയും കർക്കിടകം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണ നക്ഷത്രമാണ് ഈ പുണർദം നക്ഷത്രം. അതിൽ മിഥുനം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടേതായിട്ടുള്ള സ്വാധീനശക്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശ്യാധിപനായിരിക്കുന്നതായ ബുധൻ ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും ജന്മരാശിയിലാണെങ്കിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടെല്ലാം തന്നെ ഗുണാനുഭവങ്ങൾ കാണുന്ന സമയമാണ്. എന്നാൽ അഷ്ടമാധിപനായിരിക്കുന്നതായ ശനീശ്വരൻ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി സുഖസ്ഥാനത്തേക്കും ദുരിതസ്ഥാനത്തേക്കും നോക്കുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതും ഭാഗ്യസ്ഥാനത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും കർമ്മപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരൻ ഈ ഒരു സമയത്ത് കർമ്മസ്ഥാനത്തുള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള നല്ലൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ നല്ലൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. പൊതുവേ ഈ പുണർദം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് പാലഭിഷേകം ചെയ്യുന്നതും അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. സുഖസ്ഥാനാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും കൂടുതലായിട്ടും ശ്രദ്ധിക്കണം. കൂടാതെ ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതും 2-ാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇടപാടുകളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്ക്
പഠന സംബന്ധമായിട്ട് അലസതയും ക്ഷീണാവസ്ഥകളും വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വ 5-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും നിവൃത്തിനാഥനും 7-ാം ഭാവനാഥനുമായിരിക്കുന്ന ശനീശ്വരൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവേ ഈ പൂയം നക്ഷത്രക്കാർ ദേവിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസമോ ചൊവ്വാഴ്ച ദിവസമോ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്.